അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പറയുക, നിങ്ങളെല്ലാവർക്കും സുഖല്ലേ, റാഹത്തല്ലേ? എന്താ പാട്, എല്ലാവർക്കും റാഹത്തന്നല്ലേ? അപ്പൊ നമ്മള് കുറെ കാലൊക്കെ ശേഷം ഒരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മളെ കൂന് കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കണേ ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബർ ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാരും എന്താ ചെയ്യാ, സപ്പോർട്ട് ചെയ്തോണ്ടിട്ടാ. നമ്മൾ തുടങ്ങിയാലാക്കാം. അപ്പൊ ഇതട്ടെ നമ്മളെ കൂന് കണ്ടില്ലേ, നമ്മളെ കൂന് കുറച്ചുള്ളൂ കേട്ടോ, വേണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൂന് ആദ്യം ഇതിമ ഒരു തോലുണ്ടാവും, ആ തോല് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചെടുക്കണം. ഇത് ഒഴിവാക്കി എടുക്കണ്ട, അങ്ങനെ തോലുണ്ടാവും, ആ തോലിങ്ങനെ എടുക്കുക. അങ്ങനെയാണ് പരിപാടി. അപ്പൊ ആ തോലില്ല എടുക്കുക, അങ്ങനെയാണ് പരിപാടി. നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാണല്ലോ. അപ്പൊ ഞങ്ങൾ തോലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ, എന്നാലേ ഉണ്ടാക്കാം. അപ്പൊ നമ്മള് കൂൻകറിക്ക് എടുത്തുള്ളത് ഒരു വല്ലുള്ളി, 2 തക്കാളി, ഒരു 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അടിച്ചു വെച്ചതാട്ടോ, പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഓക്കെ, കൂന് നമ്മൾ പീസാക്കി കഴുകാണ്ടിട്ടാ, കഴുകി എടുക്കാണ്ട്. അപ്പൊ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടാ, അത് കാക്ക വീടെടുക്കണ മുന്നേ എണ്ണയും പാർന്ന് ഉള്ളി ഇട്ട് ചെയ്ത്. നമ്മൾ ആദ്യം വേണ്ടിയിരിക്ക് ഉള്ളി അല്ല, ആദ്യം എണ്ണ പാരുക, എന്നിട്ട് ഉള്ളി ഇടുക. ഉള്ളി നമ്മളെന്ത് ചെയ്യുക, വാട്ടിയെടുക്കുക. ഉപ്പിട്ടാക്കാം, ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ. കാക്ക നാലഞ്ച കുളഞ്ച മറിച്ചെടുക്കുന്നത് കാക്ക. അപ്പൊ നമ്മളങ്ങനെ തക്കാളി ഇട്ടാ, തക്കാളി ഇട്ടോ. ഇനി തക്കാളി ഇട്ട് ഒന്നിങ്ങനെ ഇളക്കി വെക്കുക. ഇളക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഉന്നത് മൂടി വെക്കുക. ഇങ്ങോട്ട് വേവട്ടാ, നല്ല വാടി വെക്കുക. അടുത്ത നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച പേസ്റ്റ് ഇട്ടാ, ശേഷം 1 സ്പൂൺ എടുത്ത് നമ്മൾ അതിട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടോ. തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉണ്ട്. ആ മാത്രം വെച്ചാൽ അപ്പോൾ നമ്മളേക്ക് മസാലപ്പൊടി ഇടാൻ പോകട്ടാ. ഏകദേശം ഒരു 1/2 സ്പൂണ് മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഏകദേശം കുറച്ച് അല്പം ശകലം, മല്ലിപ്പൊടി അതായത് കൊത്തമല്ലി പൊടി 1 സ്പൂണ്. പിന്നീട് എല്ലാം ഇളക്കി വെക്കാം. വെള്ളം ചൂട് വെച്ചിട്ട് എല്ലാം ഇളക്കി വെക്കാം. ഇങ്ങനെന്ത് ചെയ്യാനും മേൽപ്പൊടി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളധികം ശകല വെള്ളം ഒഴിക്കട്ടാ, അല്ലെങ്കിൽ പടി പിടിക്കും. മസാല ഒക്കെ ഏകദേശം സെറ്റ് ആയിക്കണേ. നമ്മളിത് എന്ത് ചെയ്യണേ, ഈ കഴുകി വെച്ച കൂണ്ടല്ല, ഇത് നമ്മൾ കറിയൊക്കെ ഇട്ടെടുക്കുക, മസാലയൊക്കെ ഇട്ടെടുക്കും പോട്ടാ. ഇങ്ങനെന്ത് ചെയ്യാം, നാട്ടിനൊക്കെ കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം പോരണ്ടേ, വെള്ളം ചൂടാക്കാൻ വെച്ചില്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കട്ടെ. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു. സെറ്റല്ല, അടിപൊളി കറി ആവട്ടാ. എന്ത് ചെയ്യാം, ഇതിന് മേൽക്കൂടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടാ, സ്മെല്ലിങ്ങനെ അടിക്കും. ഇളക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മളെ കറി അയക്കണ്ടാ, കൂന് കറി. ലജിതയൊക്കെ സാമ്പിൾ വെക്കാൻ പോണേ. ഉണ്ടാക്കാം, അടിപൊളിയല്ലേ? ഇറച്ചിക്കറി വരയ്ക്കണ്ട. അപ്പൊ നമ്മൾ ഇന്നത്തെ കൂനുകറി സംഭവം കണ്ട് സൂപ്പർ ആയിട്ടാക്കാം, അടിപൊളി കറിയാണ്. അപ്പൊ എല്ലാരും ചെയ്യാം, നമ്മള് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബർ ചെയ്ത് ലൈക്കൊക്കെ അടിച്ച്. പിന്നെന്താണ്, അതെ അതെ. നിങ്ങളെന്താ പറഞ്ഞേ, കോരി തിരിപ്പിച്ച് പിന്നെ വേറെ എന്തൊക്കെയൊക്കെ റായത്തല്ല. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കിട്ടുക, നല്ല ടേസ്റ്റാണ് കറി ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.